നമ്മുടെ ഫാമിലോട്ട് സ്വാഗതം. ഫാമിലോട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ വീഡിയോ പുതിയൊരു വീഡിയോയിലോട്ട്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പശുക്കളെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. പശുക്കൾക്ക് കൊടുക്കുന്ന തീറ്റ, പിന്നെ അവരുടെ ഹീറ്റ്, അവരുടെ പ്രഗ്നൻസി. അപ്പം ഞങ്ങൾക്കുള്ള ഒരു 2018 തുടങ്ങിയ ചെറിയൊരു കർഷകരാണ് ഞങ്ങൾ. എൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഉള്ള ഒരു അറിവാണ് കേട്ടോ ഞാൻ പറയുന്നത്. തെറ്റൊക്കെ ഉണ്ടെങ്കിൽ മെസ്സേജൊക്കെ അയയ്ക്കുക, കമൻ്റൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കാം. പക്ഷേ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാം. അപ്പോൾ ഇന്ന് നമ്മൾ പശുക്കൾക്ക് കൊടുക്കുന്ന തീറ്റ പരിചയപ്പെടുന്നത് അത് ഗോതമ്പ് തവിട് കേട്ടോ. ഗോതമ്പ് തവിട് നമ്മൾ ഇതിനകത്ത് ഈ ഒരു അടപ്പ് 3 എണ്ണം. അപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നത് 2 കിലോ വരുന്നു. അപ്പോൾ നമ്മുടെ തീറ്റ ഈ അടപ്പിൽ 3 അടപ്പ് ഗോതമ്പ് തവിടും, പിന്നെ നമ്മുടെ തീറ്റ എന്ന് പറഞ്ഞാൽ വെറ്റാണ് കേട്ടോ. ഇത് ഈ നമ്മുടെ ചോളത്തിൻ്റെ എന്തോ ജ്യൂസ്, ഈ ബിയർ വേസ്റ്റ് എന്നൊക്കെ പറയണ പോലെ, ബിയർ വേസ്റ്റ് അല്ല സംഭവം. അതിനകത്ത് കുറേ ശർക്കരകളൊക്കെ ഉണ്ട് കേട്ടോ, മധുരത്തിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കത് ഇഷ്ടമാണ്. അത് കൊടുത്ത പാലും ഉണ്ട് കേട്ടോ. ഒരു വെറ്റ് എന്ന് പറയുമ്പോൾ പുല്ല് കൊടുക്കണതിന് തുല്യമാണത് നമുക്ക്. അപ്പോൾ ഈ 2 ഐറ്റംസാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ പിണ്ണാക്ക് കിട്ടുന്ന സമയത്ത് നമ്മൾ പിണ്ണാക്ക് കൊടുക്കാറുണ്ട്. കൊപ്ര പിണ്ണാക്ക് അല്ലെങ്കിൽ കപ്പലിൻ്റെ പിണ്ണാക്കൊക്കെ കൊടുക്കാറുണ്ട് കേട്ടോ. ഇപ്പോൾ അത് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ 3 അടപ്പാട്ടോ ഞാൻ ഇടുന്നത്. പിന്നെ അളവൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു 2 കിലോളം ഉണ്ടാവുമായിരിക്കും. അപ്പം ഈ ഒരു അളവാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആ അളവ് തന്നെ നമ്മൾ ഇപ്പോഴും കൊടുക്കുന്നത്. പാല് കുറവാണ് ഇവർക്കൊക്കെ. അതുകൊണ്ട് തന്നെ പാലിൻ്റെ അളവ് നോക്കിയിട്ടല്ല, അവരുടെ ശരീരം വെച്ചിട്ടുള്ള തീറ്റയാണ് നമ്മൾ കൂടുതൽ കൊടുക്കാറ്. ഏറ്റവും പശുക്കൾക്ക് പാലിൻ്റെ അളവ് കൂടി നോക്കിയിട്ടാണ് തീറ്റ കൊടുക്കണതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനെക്കുറിച്ച് വലിയ കാര്യമായിട്ടുള്ള അറിവൊന്നുമില്ല. അങ്ങനെ ഞാനൊക്കെ അതിൻ്റെ സൗണ്ട് അടപ്പ് വെച്ചും 3 ഈ പാത്രം വെച്ചും 3 പാത്രം ഗോതമ്പ് തവിട് അങ്ങനെ വെക്കണം. രാവിലെ ആ അളവ് തന്നെയാണ് കേട്ടോ. അപ്പോൾ രാവിലെ എനിക്ക് തോന്നുന്ന പാല് രണ്ട് പാലിൻ്റെ അളവ് ഏകദേശം ഒന്നാട്ടോ. ഞങ്ങൾക്ക് കറവയ്ക്ക് വരുന്ന പാലിൻ്റെ അളവ് ഏകദേശം ഒരേ അളവ് തന്നെയാണ്. ഇവർക്ക് കിട്ടുന്ന വിചാരിച്ച് ദിവസവും ചെന്ന് കഴിഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇവർക്കെന്ന് പറയുമ്പോൾ പാലിനനുസരിച്ചുള്ള ഒരു ഇതല്ല. തീറ്റയിൽ കപ്പ ഉണ്ട് കേട്ടോ. ഇതിനകത്ത് ഈ കപ്പയൊക്കെ അരിഞ്ഞിട്ട വേസ്റ്റുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് പശുക്കൾക്ക് ഇത് വേണ്ട, കപ്പയുടെ ഇതൊക്കെ ഉണ്ട്. വെറ്റ് ഇത് എന്ന് പറയുമ്പോൾ നമ്മൾ പൊട്ടിച്ച് കഴിഞ്ഞാൽ ഒരു എത്ര ദിവസത്തിനുള്ളിൽ തീർക്കണം? അത് 2 ആഴ്ച അല്ല, ഇത് 2 ആഴ്ച. ഈ വെറ്റിന്റെ ഈ കവർ പൊട്ടിച്ച് ഇത് 2 ആഴ്ച എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ലെന്ന് പറഞ്ഞു. പൊട്ടിച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല. മറ്റേതുപോലെയല്ല അല്ലേ? മറ്റേത് വെറും ഫൈബർ, വെറും ബിയർ വെച്ച് ഇതിലല്ലാണ്ട്. ഇത് പശുക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഇതാ. മറ്റേത് എന്തോ ഈ പ്രോസസ്സ് കഴിഞ്ഞ് വന്നതാ, ജ്യൂസ് വേസ്റ്റ്. വേറൊരു കമ്പനിയെ ഞങ്ങൾ എടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ അത് പെട്ടെന്ന് പൊട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തോ 3 ദിവസം 4 ദിവസം കൊണ്ട് അങ്ങോട്ട് തീർക്കണം. പിന്നെ അതുപോലെ ഏറ് കയറാതെ വെക്കുകയും വേണം. ഇത് അങ്ങനെ ഇല്ല, നല്ല തീറ്റയാണ്. നമുക്ക് പച്ചപ്പുല്ലിൻ്റെ ഒരു ഇത് കുറവുണ്ടെങ്കിലും ഇവർക്ക് അത് ഈ തീറ്റ കൊടുക്കുമ്പോൾ നല്ല പാല് കിട്ടുന്നുണ്ട് നമുക്ക്. അപ്പോൾ ഇതാണ് നമ്മൾ ഇതൊന്ന് ഇതുപോലെ ഒരു ഇങ്ങനെ ചെയ്തിട്ട് കുറച്ച് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ വെള്ളം ഒഴിക്കാം. അല്ലെങ്കിൽ ഇതിങ്ങനെ തന്നെ കൊടുക്കുകയാണ് ചെയ്യണം. ഇങ്ങനെ തന്നെ കൊടുക്കുമ്പോൾ എന്ന് വെച്ച് കഴിയുമ്പോൾ ഇവർ കഴിക്കുമ്പോൾ താഴേക്ക് പോകും കുറേ. അപ്പോൾ അതുകൊണ്ട് കുറച്ചൊന്ന് നനച്ചിട്ട് കൊടുക്കണം, നല്ലതായിരിക്കും. അപ്പോൾ ഇത് ഫുള്ള് നമുക്കിങ്ങനെ ഇതാക്കി അപ്പോൾ ഇങ്ങനെ ഒഴിച്ച് എല്ലാം ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇങ്ങനെ എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ. തിരക്ക് പിടിക്കുകയാണ് അവിടെ നോക്കി. അപ്പോൾ ഇവർ കഴിക്കുന്നതനുസരിച്ച് പുറത്തോട്ട് പോകണം ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവില്ല നനച്ചിട്ട് കൊടുക്കുമ്പോൾ. ഒരുപാട് വെള്ളമായിട്ട് കൊടുക്കണ്ടെന്ന് പറയണത്. എന്നിട്ട് ഇവർ അയ വെട്ടിട്ട് കഴിക്കുമ്പോൾ ഇത് അവർക്ക് വീണ്ടും അയ വെട്ടാനുള്ളൊരു ഇത് കിട്ടുന്നു, അങ്ങനെ ഒരു ആൾ പറയണ കേട്ടു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരുപാട് നേരത്തേക്ക് ഞങ്ങളിങ്ങനെ കുറുക്ക് പോലെയൊക്കെ കൊടുക്കുമായിരുന്നു കേട്ടോ തീറ്റ. ഇപ്പം ഞങ്ങൾ അങ്ങനെ കുറുക്ക് പോലെ ആക്കണില്ല, പുട്ടുപൊടി പോലെ കൊടുക്കണത്. അതാകുമ്പോൾ അവർക്ക് വീണ്ടും ദഹനത്തിന് അവർക്ക് അയ വെട്ടാനായിട്ടുള്ള സൗകര്യം കിട്ടുന്ന പറയണേ. അപ്പോൾ വെയിറ്റ് ചെയ്യുക എല്ലാവരും ആകാംക്ഷയോടുകൂടി നോക്കി നിൽക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് എടുത്ത് ഓരോരുത്തർക്കും കൊടുക്കാം. കഴിച്ചോ? പണിയെടുത്ത് ഉണ്ടാക്കി വെച്ചേക്കാം. ശങ്കരി ഇന്ന് ശങ്കരിയുടെ കൊതി മൂത്തിട്ട് ശങ്കരി ഈ ഗ്രീനിൻ്റെ ഇടയിൽ കൂടി തലയിട്ട് നിൽക്കുകയാണ്. ഇത് എപ്പോഴും ചെയ്യണ ഒരു പണിയാട്ടോ.
എന്നിട്ട് ഇങ്ങനെ ചരിഞ്ഞ് കിടന്ന് കഴിയുമ്പോൾ ഞാൻ എടുത്ത് നേരെ വെക്കലാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ വല്ല കഴിഞ്ഞിട്ടുള്ള പഴുതാരയൊക്കെ കയറും. അപ്പോൾ അതുകൊണ്ട് നേരെ നിവർത്തി വെച്ചോളണം. നിവർത്തി വെച്ചാൽ തന്നെ നമ്മൾ രാവിലെ ഇടാൻ നേരത്തെ അത് എടുത്ത് കൊട്ടിയിട്ട് നമുക്ക് ഇടാം. ഇനി എന്ത് ചെയ്യും? എങ്ങനെ എടുക്കും തല? തല എങ്ങനെ എടുക്കും താൻ പറ. ഇത് എപ്പോഴും കാണിക്കണ ഈ അഭ്യാസമല്ലേ ശങ്കരിയെ? ശങ്കരി ഇനി തല എങ്ങനെ എടുക്കും? ശങ്കരിക്ക് തന്നെ എടുക്കാൻ പറ്റുമോ? തല എടുക്കാൻ പറ്റില്ല. ഈ ഗ്രില്ലിൻ്റെ ഇടയിൽ തല കുടുങ്ങി എങ്ങനെ എടുക്കുള്ളൂ? ഇനി ചേട്ടനെ വിളിക്കി, ബാന്ന് വിളിക്കി, ബാ എന്ന് വിളിക്കി. ചേട്ടനെ വിളിക്കും, ബാ രക്ഷിക്കണേ എന്ന് പറ. ചേട്ടനോട് പറ രക്ഷിക്കണേന്ന് പറ. ഇനി അവിടെ കിടന്ന് ചാണകവും മൂത്രമൊക്കെ ഒഴിച്ചിട്ട് ഒരു കാര്യമില്ല. എനിക്കിത് അറിയാൻ പാടില്ല. ഒരു പ്രാവശ്യം കൈ നിന്റെ ഇങ്ങനെ ഞാൻ തള്ളിയിട്ട് എൻ്റെ ഇവിടെ കൊണ്ട് കൈ ചതഞ്ഞതാ. ഞാൻ ചെയ്യില്ല. അവിടെ നിന്നോ. കൊതിന്ന് പറയണ നിസ്സാര കൊതിയല്ല. തീറ്റ എടുത്തു കഴിയുമ്പോൾ ഇതാണ് അഭ്യാസം. അതെന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ച് നീട്ടി കെട്ടിയിട്ടാണ് കുഞ്ചപ്പന ഇതിനൊന്ന് കെട്ടി തന്നതാണ്. പക്ഷെ അത് ചുരുക്കി കെട്ടുവാണെങ്കിൽ അവളിങ്ങനെ തല കിടക്കില്ലായിരുന്നു. ഇപ്പം ആ തീറ്റ എടുക്കണ ആ വെപ്രാളവും കൊതിയും മൂട്ടിട്ട് ഗ്രില്ലിൻ്റെ ഇടയിൽ ഈ വെള്ളിക്കാട്ട കൊമ്പും തലയും കൂടി എടുത്തിട്ട് വെച്ചേക്കുക. ഇനിയിപ്പോൾ ഇത് ചെയ്യണമെങ്കിൽ ഇവിടെ പിടിച്ച് ബലമായിട്ട് ഇങ്ങനെ അങ്ങോട്ട് ചരിച്ചൊക്കെ ചെയ്യണം. രേശേട്ടാ ശങ്കരിനെ റിലീസ് ചെയ്യണമെങ്കിൽ രജിഷേട്ടൻ വല്ലതും ശങ്കരിയുടെ തീറ്റ ഇനി നോക്കി ശങ്കരി കൊതിക്കണ്ട. ശങ്കരിയുടെ തീറ്റ എടുക്കുമ്പോൾ ശങ്കരിയുടെ വെപ്രാളം പാവടാ. ഇനി വെപ്രാളപ്പെട്ടിട്ട് കാര്യമില്ല. കുറുമ്പ് കാണിച്ചാൽ ഇങ്ങനെ ഇരിക്കും. അതാണ് മനുഷ്യരെ. ചില മനുഷ്യരെ പോലെയാണ് ഓരോ അപകടങ്ങളിൽ ചെന്ന് പെടും. കൊടിമുക്ക് റൗഡി അമ്മ അയ്യോ ഞാൻ നന്ദിനിക്ക് കൊടുത്തിരുന്നാണത്. കറക്കാൻ നേരത്ത് നന്ദിനിയും സുഭദ്രേനെയും മാത്രമേ കാണുള്ളൂ. അപ്പൊ നന്ദിനിക്ക് കൊടുത്ത് സുഭദ്രക്ക് കൊടുത്തിട്ടില്ല. അതായത് നന്ദിനിക്ക് ഓളടിച്ചു പോയി. പിന്നെ ഒരാളെ സുഭദ്രയ്ക്കും കൂടി കൊടുക്കാൻ ഇല്ലില്ല. ഞാൻ കൊതി പിടിച്ചിട്ട് ഒരു കാര്യമില്ല. തന്നെ അവിടെ നിന്ന് മാറ്റിയാലേ തനിക്ക് ഭക്ഷണം തരാൻ പറ്റുള്ളൂ. കുഞ്ഞിക്കാണ് നിന്റെ മോനെ എവിടെയാ? മോനെ വിളിക്ക്. നീ എവിടെ പോയി പാത്തിരിക്കാം? പാല് കുടിക്കാൻ പോയി നിൽക്കുക. അവന്റെ കാര്യമുള്ള പോയേ കയറോ അല്ലെങ്കിൽ അവനിങ്ങനെ പോകുമ്പോഴേ ഇവര് ചാണകമൊക്കെ ഇടണമെങ്കിൽ ആ ചാണകത്തിന്റെ ഇടയിലൊക്കെ നടന്ന് ആ ചാണകമാക്കുമായിരുന്നു. അപ്പൊ ഞാനത് മാറ്റി വെച്ചേക്കാം. നമ്മുടെ പാവത്തിന്റെ നിൽപ്പ് നോക്കിയിട്ടുണ്ടെങ്കിൽ ശങ്കരിയുടെ വല്ല കാര്യം ഉണ്ടായ ആ ശങ്കരിയെ ഈ ചേട്ടൻ വരട്ടേട്ടാ. ചേട്ടനവിടെ ഫോൺ ചെയ്യാം. ഫോണിങ് കഴിഞ്ഞ് വരുമ്പോ നിന്നെ രക്ഷപ്പെടുത്തും. അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യാനാ? നോക്കിയിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ എല്ലാവർക്കും തീറ്റ കൊടുക്കാനായിട്ട് വന്നപ്പോൾ ശങ്കരി കാണിച്ചു വെച്ചാണ് വേല കണ്ടല്ലോ. അപ്പോൾ ഇനി അവിടെ ആ കമ്പിയിൽ നിന്ന് ഇങ്ങനെ നമ്മൾ തള്ളി ഇങ്ങനെ മാറ്റി ഒരു സൈഡ് തിരിച്ചിട്ടൊക്കെ വേണം അവിടെ ഒന്ന് റിലീസ് ചെയ്യണമെങ്കിൽ. അപ്പോൾ ആ ഒരു പണിയുണ്ട് നമുക്കിന്ന്. ഞാനത് ചെയ്യാറില്ല കേട്ടോ. ഒരു പ്രാവശ്യം ഞാൻ അങ്ങനെ ചെയ്യാൻ നോക്കിയിട്ട് എൻ്റെ കൈ ഇങ്ങനെ ആ കമ്പിയിൽ അടിച്ചു. അപ്പോൾ ഭയങ്കരമായിട്ട് വേദന എടുക്കും. അപ്പോൾ പിന്നത്തെ ഞാൻ കാര്യം പറഞ്ഞത് ഇവരുടെ പ്രഗ്നൻസി ഹീറ്റൊക്കെ കേട്ടോ. അപ്പോൾ ഹീറ്റ് കാണിക്കണ പശുക്കളുടെ ഒരു അവരുടെ ആ ഒരു ഇതിരിക്കണ എങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിനെ ഇങ്ങനെ ഈറ്റം എന്നാണ് കേട്ടോ പറയണേ. ഈ ഈറ്റം ഇങ്ങനെ തുടുത്തിരിക്കണം കേട്ടോ. ഇങ്ങനെ തുടുത്ത് ബൾക്കായിട്ടിരിക്കുന്നത് അവർക്ക് ഹീറ്റ് ഇനി എല്ലാ മാസവും കാണിക്കണ പശുക്കളാണ്. ഈ പ്രാവശ്യം കാണിച്ചു ഹീറ്റ്. അപ്പോൾ ഡോക്ടറിന് വരാൻ പറ്റിയില്ല. പക്ഷേ അതുകൊണ്ട് അവൾ പ്രഗ്നൻ്റ് അല്ല അവൾ. പക്ഷേ ഇയാളുടെ ആ ഈറ്റം നോക്കി. ഇയാളുടെ ഈറ്റം നല്ലതായിട്ട് ചുരുങ്ങിയിരിക്കണം കേട്ടോ, ടൈറ്റായിട്ട്. അതുപോലെ തന്നെ ഈ വാല് ഈ സൈഡിലോട്ട് ഈ ഒരു ഭാഗം, ഈ താഴത്തെ ഒരു ഭാഗം ഇങ്ങനെ കൂർത്ത് നിൽക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇവള് ഗർഭിണിയാണ്. ഇയാൾ ഇങ്ങനെ ബൾക്കി ആയിട്ടിരിക്കുന്നതുകൊണ്ട് ഇയാൾ ഗർഭിണിയല്ല. അത് നമുക്ക് ഈ ഒരു ഇത്ര നാളത്തെ എക്സ്പീരിയൻസ് കൊണ്ട് എനിക്ക് അത്യാവശ്യം മനസ്സിലാക്കാൻ പറ്റിയേക്കണതാണ്. പിന്നത്തെ ഒരു ഇതെന്ന് പറയുന്നത് നമ്മുടെ ഭദ്രമ്മയുടെ കുഞ്ഞ് ചത്തുപോയതാണ്. എനിക്കൊരു ഡൗട്ടുണ്ട്. പക്ഷേ ഇവള് വാല് കറക്റ്റ് നേരെ തന്നെ പിടിച്ചേക്കാണ്. എന്നാലും ഫസ്റ്റ് തുടക്കത്തിലൊക്കെ ആയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ നിൽക്കണം. എന്നാലും ചെറിയ ചരിച്ച് വെച്ചേക്കണുണ്ടോ. പിന്നെ അത് മാത്രമല്ല
ഇവൾക്ക് ഹീറ്റ് കാണിക്കുന്ന ടൈം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ചെറുതായിട്ട് ഇങ്ങനെ ഒരു ടൈറ്റ് ആയി വരുന്നുണ്ട്. ആ ബൾക്കിൽ നിന്ന് അങ്ങോട്ട് മാറിയിട്ട് ചെറുതായിട്ട് അങ്ങനെ ടൈറ്റ് ആവുന്നുണ്ട്. അപ്പോൾ ഇത് ഫസ്റ്റ് തുടക്കമായിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് ക്ലിയർ ചെയ്യാൻ പറ്റില്ല ഗർഭിണിയാണെന്ന്. പക്ഷേ എനിക്കൊരു ഡൗട്ടുണ്ട് അവൾ ഗർഭിണിയാണോ എന്നുള്ള ഒരു കാര്യത്തിൽ. ചിലപ്പോൾ ആ ഗർഭിണി ആകാൻ കൂടുതൽ ചാൻസ് ഉണ്ട് ഇവളുടെ ഒരു കാര്യത്തിൽ. പിന്നെ ഇവളും ഗർഭിണി ആയിട്ടാണ് എനിക്ക് തോന്നണത്. ഇവളുടെ ഈ ഈറ്റമൊക്കെ നല്ലതായിട്ട് ടൈറ്റ് ആയിട്ടുണ്ട്. ആ സൈഡ് അടിയിലുള്ള ഇത് കൂർത്ത് വന്ന ഒരു രീതിയിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതുപോലെ വാലാണെങ്കിലും ഒരു സൈഡിലോട്ട് ചരിച്ച് വെച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതും അധികം ആയിട്ടില്ല, 1 മാസം ആയിട്ടുള്ളൂ കറക്റ്റ്. എന്നാലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയേക്കണത് ഇങ്ങനെ ഇത്ര നാളത്തെ ഒരു പരിചയത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയാണ് അങ്ങനെയാണ്. ഇങ്ങനെ ഗർഭിണിയാണെന്നുള്ള കാര്യത്തിൽ ഒരു 90% എനിക്ക് ഉറപ്പുണ്ട്. മിക്കവാറും ഞാൻ അങ്ങനെ ശ്രദ്ധിക്കണത് ഗർഭിണി ആവാറുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മുടെ സുഭദ്രേനെ ഇനിയിപ്പോൾ കുത്താറായിട്ടില്ല കേട്ടോ. അവളെ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കുത്തുള്ളൂ. കുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചില പശുക്കൾക്ക് പെട്ടെന്ന് അങ്ങോട്ട് പാലങ്ങോട്ട് കുറഞ്ഞു പോകും. ഇപ്പോൾ ഭദ്രയ്ക്ക് സംഭവിച്ചത് അതാണ്. ഭദ്രയുടെ കുട്ടി ചത്തുപോവുകയും ചെയ്തു. പിന്നെ ആ പാല് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഇവിടെ ഹീറ്റ് കാണിച്ചപ്പോൾ നമ്മൾ അവളെ ഇഞ്ചെക്റ്റ് ചെയ്തപ്പോൾ അതിന് ശേഷം അവൾക്ക് പാല് ഭയങ്കരമായിട്ട് കുറഞ്ഞു കേട്ടോ. 1 ലിറ്റർ വൈകുന്നേരം ഉള്ളൂ, രാവിലെ ചിലപ്പോൾ 3/4 ലിറ്ററൊക്കെ ഉള്ളൂ. അത്ര നഷ്ടമായിപ്പോയി ഇപ്പോൾ ഇവളുടെ കാര്യം. അവളെ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് കുത്തിയാൽ മതിയായിരുന്നു. പക്ഷേ വേഗം കുത്തിയാലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ വേഗം പ്രഗ്നൻ്റ് ആകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് എല്ലാ മിനറൽസുകളൊക്കെ ഉണ്ട്. അതേസമയം പാല് നമ്മൾ കറന്നെടുക്കും തോറും അവളുടെ മിനറൽസും അവരുടെ ശരീരത്തിന് വേണ്ട കുറച്ച് എല്ലാം കുറയുമല്ലോ. പാലിലൂടെ കുറേ നഷ്ടപ്പെടും. അപ്പോൾ പെട്ടെന്ന് ഇവർക്ക് ഗർഭിണി ആവില്ല. അപ്പോൾ അവർക്ക് വേണ്ട മിനറൽസും ഇതൊക്കെ നമ്മൾ കൊടുത്താൽ മാത്രമേ പിന്നെ അവൾ ഗർഭിണി ആവാനായിട്ട് ചാൻസിലോട്ട് വരുള്ളൂ. പിന്നെ ചൂട് സമയത്ത് ഇഞ്ചെക്റ്റ് ചെയ്താലും നമുക്ക് പകുതി 1% നമുക്ക് ഗർഭിണി ആകാൻ ചാൻസ് ഉള്ളൂ. അല്ലെങ്കിൽ പെട്ടെന്ന് ഗർഭിണി ആവില്ല. ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ടാണ് കേട്ടോ പെട്ടെന്ന് ഗർഭിണി ആവാൻ കൂടുതൽ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്. അപ്പോൾ ഇനി കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടൊക്കെ ഇനി ഇടയ്ക്കുള്ള വീഡിയോസിലൊക്കെ നമ്മൾ പറയാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു പരിചയത്തിൽ എൻ്റെ ഒരു അനുഭവത്തിലുള്ള എനിക്ക് ഉള്ള അറിവുകളാണ് ഇന്ന് പറഞ്ഞത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മെസ്സേജിലൂടെയൊക്കെ അയക്കാം. പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. അടുത്ത വീഡിയോസായിട്ട് നാളെ കാണാം. ഓക്കെ, ബൈ ബൈ. ഹായ് മുത്തപ്പ. മുത്തപ്പ ഉണ്ടല്ലോ. ഞങ്ങളുടെ വീരമുത്തപ്പൻ എല്ലാരും ദേവേ വിളക്ക് കൊളുത്താൻ സമയമായി. വീരമുത്തപ്പനെ കൊണ്ട്